ഈ വർഷത്തെ പ്രത്യേകത എന്നുള്ളത് ഇന്ത്യയിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഒരേ ദിവസം തന്നെ പെരുന്നാൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ധാരാളം ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്കുണ്ട്. അവർക്കും ഈദ് ആശംസകൾ ലോകത്തെ എല്ലാ വിശ്വാസികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുകയാണ്. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഭക്തിയുടെയും ആഘോഷമായിട്ടാണ് ഈദിനെ അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഒരു മാസക്കാലത്തെ നമ്മൾ നിരന്തരമായി പരിശീലിച്ച ഭക്തിനിർഭരമായ ദിനരാത്രങ്ങൾ, അതിലൂടെ ആത്മീയമായിട്ടുള്ള വിശുദ്ധി കൈവരിച്ചിട്ടുള്ളവരാണ് വിശ്വാസികൾ. അപ്പോൾ ആ വിശുദ്ധിയുടെ നിറവോടെയാണ് നമ്മൾ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ദിനം കൂടിയാണ്. ആ ആഘോഷം എന്നുള്ളത് സൗഹൃദത്തിൻ്റെ ആഘോഷമാണ്, സ്നേഹത്തിൻ്റെ ആഘോഷമാണ്, അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെ ആഘോഷമാണ്. എല്ലാവർക്കും സുഭിക്ഷത ഈ ഒരു ദിവസം ഉറപ്പുവരുത്തുന്നു വിശുദ്ധ ദീനുൽ ഇസ്ലാം. ഈദുൽ ഫിത്തർ എന്ന പ്രത്യേകമായ സക്കാത്ത് സംവിധാനത്തിലൂടെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം, ആരും പട്ടിണി കിടക്കരുത് എന്നുള്ള സാഹചര്യം, അത് ആ ഒരു സോഷ്യലിസമാണ് ഈ ഒരു ദിവസത്തേക്ക് നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കുന്നത്. ഏതായാലും സന്തോഷമുണ്ട്. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ദിവസത്തെ പ്രാർത്ഥനാ ദിനമായി കൂടി നമ്മൾ ആചരിക്കേണ്ടതുണ്ട്. ലോകമെങ്ങും അസമാധാനവും അശാന്തിയും യുദ്ധത്തിൻ്റെ കുടിലതകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഈ വർഷത്തെ പെരുന്നാൾ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ സമാധാനം പുലരുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഈ ദിവസത്തെ നമ്മൾ പ്രത്യേകമായി അതിനുവേണ്ടി പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട്. പിന്നെ സൗഹൃദമാണ്, സ്നേഹമാണ്, സാഹോദര്യമാണ്, കുടുംബ ബന്ധങ്ങൾ പുലർത്താൻ അതിന് ഏറ്റവും നല്ല അനുയോജ്യമായ, അതിന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങളെ ചേർത്തിണക്കാൻ അതിനൊക്കെ പറ്റിയ ദിവസമാണ്. വാട്സപ്പിലൂടെയെങ്കിലും എല്ലാവരും അതാത് മക്കൾ, ഭാര്യമാർ, ഉമ്മമാർ, ബാപ്പമാർ, സഹോദരങ്ങൾ, നമ്മുടെ മറ്റ് ഇതര സമൂഹങ്ങളിൽപ്പെട്ട നമ്മുടെ ബന്ധുക്കൾ, അവർക്കെല്ലാം വാട്സപ്പിലൂടെയെങ്കിലും നമ്മൾ സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ഇതൊരു സ്നേഹത്തിൻ്റെ സുദിനമായി ആഘോഷിക്കുവാൻ എല്ലാവരും തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട്. ഞങ്ങളൊക്കെ പേടിച്ചിരുന്നത് റമദാനിൽ മറ്റോ തെരഞ്ഞെടുപ്പ് വരുമെന്നായിരുന്നു. അത് കുറച്ച് നീട്ടി കിട്ടി. ഏതായാലും ഇനി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നമ്മളെല്ലാവരും ഇറങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.